കോട്ടയം ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വ്യാപക നാശനഷ്ടം. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചുപോയി 2 പേർ മരിച്ചു. തീക്കോയി മംഗളഗിരി 30 ഏക്കറിൽ ഉരുൾപൊട്ടലിൽ 4 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ജില്ലയുടെ പല ഭാഗത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. ഈരാറ്റുപേട്ട, പാലാ നഗരങ്ങളിൽ വെള്ളം കയറി. അതേസമയം ജില്ലയിൽ മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. പൂഞ്ഞാർ, തെക്കേക്കര, തീക്കോയി പഞ്ചായത്തുകളിലാണ് കൂടുതൽ മഴക്കെടുതികൾ അനുഭവപ്പെട്ടത്. തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനത്തോട്ടം വണ്ടൻപ്ലാവിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചുപോയി. വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകനും മരിച്ചു. മാമ്പള്ളിൽ ജോണിയുടെ ഭാര്യ റജീന, മകൻ ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. റജീനയുടെയും ജോസഫിന്റെയും മൃതദേഹങ്ങൾ രാവിലെ സംഭവസ്ഥലത്തു നിന്ന് തന്നെ കണ്ടെത്തി. സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. തീക്കോയി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ മംഗളഗിരി 30 ഏക്കറിൽ 4 ഉരുൾപൊട്ടലുണ്ടായി. 4 വീടുകൾ പൂർണ്ണമായി തകർന്നു. 1 കാറും 2 മുച്ചക്ര വാഹനങ്ങളും 4 ഇരുചക്ര വാഹനങ്ങളും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. പൂഞ്ഞാറിലും തീക്കോയിലും ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കഴിഞ്ഞ രാത്രി ഈരാറ്റുപേട്ട ടൗൺ വെള്ളത്തിലായി. വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. നടക്കൽ, മുരിക്കോലി ഭാഗങ്ങളിൽ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. 2018 ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടായില്ല. 2019 വെള്ളപ്പൊക്കത്തിൻ്റെ ഇരട്ടി വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഉണ്ടായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. അതായത് താഴ്ന്ന പ്രദേശങ്ങൾ, ആറിൻ്റെയും ചെറിയ പുഴകളുടെയൊക്കെ സൈഡ്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈരാറ്റുപേട്ട ടോട്ടലി വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ പോലും, ഇവിടെ കോസ്വേയിൽ, ഈരാറ്റുപേട്ടയിലെ എല്ലാ പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. അതായത് കച്ചവട സ്ഥാപനങ്ങളടക്കം പൂർണ്ണമായിട്ടും എല്ലാ കെട്ടിടങ്ങളുടെയും 1-ാം നില വെള്ളത്തിൽ മുങ്ങി. ഉച്ചയോടെ പാലാ നഗരത്തിലും വെള്ളം കയറി. കുരിശുപള്ളിക്കവല, കൊട്ടാരമറ്റം, ലാലം പാലം ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കയറിയതോടെ നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തീക്കോയി ഗ്രാമപഞ്ചായത്തിലെ തലനാട് കവലപ്പാലത്തിന് സമീപം രാത്രി 2 മണിയോടെ ഉണ്ടായ ശക്തമായ വെള്ളപ്പാച്ചിലിൽ 50ഓളം വീടുകളിൽ വെള്ളം കയറി. 30 വീടുകളിലെ മുഴുവൻ വീട്ടുപകരണങ്ങളും നിരവധി വളർത്തുമൃഗങ്ങളും ഒഴുകിപ്പോയി. മീനച്ചിൽ താലൂക്കിൽ മഴക്കെടുതികളുണ്ടായ പ്രദേശങ്ങൾ ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശിച്ചു. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ മേഖലകളിൽ അടിയന്തര ദുരന്ത നിവാരണ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി മോൻസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ഈരാറ്റുപേട്ടയിൽ യോഗം ചേർന്നു. പൂഞ്ഞാർ തെക്കേക്കരയിൽ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഈരാറ്റുപേട്ടയിൽ പ്രത്യേക കൺട്രോൾ റൂം തുറക്കാൻ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഉച്ചയോടെ മഴ വീണ്ടും ശക്തി പ്രാപിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മലയോര മേഖലയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താലൂക്ക് കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. ജില്ലയിൽ എല്ലാ തരത്തിലുമുള്ള ഖനന പ്രവർത്തനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും തടഞ്ഞ് ജില്ലാ കളക്ടർ ഉത്തരവും ഇറക്കി. അമൃത ന്യൂസ്, കോട്ടയം.